അപ്പോൾ കഴിഞ്ഞ ദിവസം നിള 24 ലൈവ് നമ്മുടെ പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയുടെ അടുത്തുള്ള ആളുകൾക്ക്, അവിടുത്തെ രോഗികളുടെ അവിടെ എത്തുന്ന ആളുകളോട് ഒരു പബ്ലിക് ഒപ്പീനിയൻ എടുത്തിട്ടുണ്ടായിരുന്നു, ജില്ലാ ആശുപത്രിയുടെ ഒരു ഓവർ ബ്രിഡ്ജ് എന്നുള്ളൊരു സംഭവം. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അവിടെയുള്ള ഒരു സീബ്ര ക്രോസിംഗ് ലൈന് മാഞ്ഞു പോയിട്ടുണ്ട്. ഒരു ലൈന് മാത്രമാണ് അവിടെ ഉള്ളത് എന്നാണ് അവിടുത്തെ ആളുകൾ ഒരു ആവശ്യം ഉന്നയിച്ചത്. അപ്പോൾ അതെങ്കിലും ഒന്ന് ഫസ്റ്റിൽ അത് ശരിയാക്കി തരിക. ഓവർ ബ്രിഡ്ജ് എത്രത്തോളം അവിടെ നടപ്പിലാവുമെന്ന് അറിയത്തില്ല. ഇപ്പോൾ മഞ്ചേരിയിലാണെന്നുണ്ടെങ്കിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ ഈ പ്രായമായിട്ടുള്ള ആളുകളാണെങ്കിൽ അത് കയറാനൊക്കെ ബുദ്ധിമുട്ടാണെന്നാണ് അവിടുത്തെ ആളുകൾ പറഞ്ഞത്. അപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു സിസ്റ്റം, ഇപ്പോൾ അവിടുന്ന് ഇങ്ങോട്ടേക്ക് മരുന്ന് മേടിക്കാൻ അല്ലെങ്കിൽ റിപ്പോർട്ട് മേടിക്കാൻ അങ്ങനത്തെ ഒക്കെയുള്ള ബുദ്ധിമുട്ടുകളാണ് അവിടുത്തെ ആളുകൾ പരാതി എന്നുള്ളൊരു രീതിയിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിലൊക്കെ എങ്ങനെയാണ് ഒരു പരിഹാരം, ഒരു നടപടികൾ ഇപ്പോൾ MLA ആയിട്ട് രണ്ടാമതും പെരിന്തൽമണ്ണയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ഒരു ആവശ്യങ്ങൾക്ക്, ഈ ഒരു പരാതികൾക്കൊക്കെ എന്താണ് ആളുകളോട് പറയാനുള്ളത്? അല്ല, നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാൻ നേരത്തെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പം തന്നെ പറഞ്ഞൊരു കാര്യം, എൻ്റെ ഏറ്റവും ഫോർമോസ്റ്റ് പ്രയോറിറ്റിയിലേക്ക് വരുന്നത് ജില്ലാ ആസ്പത്രിയിലെ നവീകരണമാണ്. അപ്പോൾ അതിൻ്റെ ആദ്യഘട്ടം എന്നുള്ള നിലക്ക് ഇന്ന് നമ്മളൊരു ഉന്നതതല ആരോഗ്യ പ്രവർത്തകരുടെ ഒരു മീറ്റിംഗ് ചേരുകയുണ്ടായി. NHMൻ്റെ കോർഡിനേറ്ററായ ഡോക്ടർ അനൂപ് അടക്കം, നമ്മുടെ സൂപ്രണ്ട്, RMO, ഹോസ്പിറ്റലിലെ പ്രധാനപ്പെട്ട ഡോക്ടേഴ്സ് അടക്കം നമ്മളൊരു പ്രധാനപ്പെട്ട ഒഫീഷ്യൽ മീറ്റിംഗ് ഇന്ന് ചേർന്നു. അപ്പോൾ ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പെരിന്തൽമണ്ണയിൽ ഇപ്പോൾ ജില്ലയിൽ ഒന്നെന്ന നിലയിലാണ് ഇപ്പോൾ ഉള്ളത്, എല്ലാ ജില്ലയിലും ഉള്ളത്, വിമൺ ആൻഡ് ചൈൽഡ് ഹോസ്പിറ്റലായിട്ട് പെരിന്തൽമണ്ണയിലെ ജില്ലാ ആസ്പത്രിയെ ഡെവലപ്പ് ചെയ്യണം എന്നുള്ളതാണ്. അത് നയപരമായൊരു തീരുമാനം ഉണ്ടാവേണ്ട കാര്യമാണ്. പക്ഷേ അതിന് കഠിനമായിട്ടൊരു പരിശ്രമം നടത്തിയാൽ നടക്കുമെന്ന പ്രതീക്ഷയുണ്ട്. പ്രത്യേകിച്ച് പുതിയ ആരോഗ്യമന്ത്രി ശ്രീ K മുരളീധരൻ വളരെ എഫിഷ്യൻ്റായ ഒരു മിനിസ്റ്ററാണ്. അപ്പോൾ അദ്ദേഹത്തോട് ഈ കാര്യം സംസാരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്രോസിംഗ് എന്നുള്ള സംഗതി തന്നെ പൂർണ്ണമായിട്ടും ഒഴിവാകും. കാരണം പുതിയ ബ്ലോക്ക് കംപ്ലീറ്റ് ആയിട്ടും നമ്മളൊരു വിമൺ ആൻഡ് ചൈൽഡ് ഹോസ്പിറ്റലായിട്ട് മാറുക. നമുക്ക് ബാക്കിയുള്ള OP അടക്കമുള്ള നമ്മുടെ പഴയ ഹോസ്പിറ്റലിൻ്റെ കെട്ടിടം പൂർണ്ണമായിട്ടും നമ്മളൊരു സൂപ്പർ സ്പെഷ്യാലിറ്റിക്ക് വേണ്ടി മാത്രം മാറുകയും ചെയ്യുന്ന തരത്തിലാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ അടിയന്തരമായി ഇപ്പോൾ അതൊക്കെ സംഭവിക്കുന്നതിന് മുമ്പ് വേണ്ടത് സീബ്ര ലൈൻ ഇടലാണ്. അപ്പോൾ നാളെ നമ്മൾ നാഷണൽ ഹൈവേയുടെ എൻജിനീയേഴ്സ് ഉൾപ്പെടെയുള്ള PWD എൻജിനീയേഴ്സും നാഷണൽ ഹൈവേ എൻജിനീയേഴ്സും എല്ലാം മീറ്റിംഗ് നാളെ MLA ഓഫീസിൽ വിളിച്ചിട്ടുണ്ട്. ആ മീറ്റിങ്ങിൽ ഇത് തീരുമാനമാക്കും. ഓക്കെ. പിന്നെ ഇപ്പോൾ മീറ്റിംഗ് നടന്നു, അടിയന്തരമായിട്ടുള്ളൊരു യോഗം നടന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ മറ്റ് ജില്ലാ ആശുപത്രി നവീകരണത്തോട് അനുബന്ധിച്ചിട്ടുള്ള മറ്റെന്തെല്ലാം പദ്ധതികളാണ് നമ്മൾ ഇപ്പോൾ നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം? നമ്മൾ കഴിഞ്ഞ 5 വർഷവും ഞാൻ നേരിട്ടൊരു പ്രശ്നം, ഒരു പാരാമെഡിക്കൽ സ്റ്റാഫിനെ പോലും നൽകാതെ നമ്മളെ ശ്വാസം മുട്ടിക്കുകയായിരുന്നു. ഇവിടെ കെട്ടിടങ്ങൾ ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല, നമുക്ക് ആ കെട്ടിടങ്ങൾക്കകത്ത് ജോലി ചെയ്യാനുള്ള ആളുകളെയാണ് വേണ്ടത്. ഡോക്ടേഴ്സ് വേണം, നഴ്സുമാർ വേണം, പാരാമെഡിക്കൽ സ്റ്റാഫ് വേണം, നമ്മുടെ പിന്നെ സാധാരണ സ്റ്റാഫ് വേണം, ക്ലീനിങ് സ്റ്റാഫ് വേണം, എല്ലാവരും വേണം. അപ്പോൾ അതിൽ ഒരു സ്ട്രക്ചേർഡായിട്ടുള്ള പരിഹാരം ഉണ്ടാക്കണം. അപ്പോൾ അതിൻ്റെ ഒരു മുൻഗണനയാണ് ഇപ്പോൾ ഞങ്ങൾ എടുത്തിരിക്കുന്നത്. ആ മുൻഗണന അനുസരിച്ച് മുന്നോട്ട് പോകും. അവിടെ ഒരു ബ്ലഡ് ബാങ്കിൽ ബ്ലഡ് ഇല്ല എന്നുള്ളൊരു പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ, ആഴ്ചകൾക്ക് മുന്നേ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം അല്ല, ബ്ലഡ് ബാങ്ക് വേറെ തന്നെ ഒരു സ്ഥാപനമായിട്ട് നമ്മുടെ ജില്ലാ ആസ്പത്രിയിൽ പ്രവർത്തിക്കുന്നതാണ്. അതൊരു യഥാർത്ഥത്തിലൊരു NGO പോലെയാണ് അത് പ്രവർത്തിക്കുന്നത്. നേരത്തെ അത് ഇവിടുത്തെ കുറേ ഡോക്ടേഴ്സിൻ്റെ മുൻകൈയിൽ സ്ഥാപിതമായിട്ടുള്ളൊരു പ്രസ്ഥാനമാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഹോസ്പിറ്റലിൻ്റെ ഭാഗമല്ല, പക്ഷേ ഹോസ്പിറ്റലിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതൊരു സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ പ്രശ്നങ്ങൾ വളരെ ഗൗരവമായിരുന്നു. ഇപ്പം അടുത്ത് അതിലേറ്റവും നല്ലൊരു ശ്രദ്ധേയമായ കാര്യം ഉണ്ടായത്, നമ്മുടെ ജാമിയ നൂരിയയിലെ അറബി കോളേജിലെ വിദ്യാർത്ഥികൾ കൂട്ടമായിട്ട് അവിടെ ബ്ലഡ് കൊടുക്കുകയുണ്ടായി. അതും ഞങ്ങളെല്ലാവരും മുൻകൈ എടുത്തുകൊണ്ടാണ്. പ്രത്യേകിച്ച് ഹമീദ് മാഷ് MLA ആയിരുന്ന ഹമീദ് മാഷ്, നമ്മുടെ ജില്ലാ മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി, അദ്ദേഹവും ഞാനും കൂടി മുൻകൈ എടുത്താണ് വിദ്യാർത്ഥികളുടെ യൂണിയനുമായിട്ട് സംസാരിച്ച് അവർ കൂട്ടമായി തന്നെ, എനിക്ക് തോന്നുന്നത് ഒരു 300ഓളം കുട്ടികൾ അവർ ബ്ലഡ് കൊടുക്കാൻ സന്നദ്ധരായിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവർ ബ്ലഡ് കൊടുത്തിട്ടുണ്ട്. അത് എൻ്റെ പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ട് നമുക്ക് പരിഹരിക്കാൻ കഴിയും. അൽ സലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ 20ാം വർഷത്തിലേക്ക് 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ,
തിമിര ശസ്ത്രക്രിയ, ഗ്ലൂക്കോമ, റെറ്റിന വിഭാഗം, കോർണിയ, ലേസർ ചികിത്സാ വിഭാഗം, കോൺടാക്ട് ലെൻസ് ക്ലിനിക്, ഓപ്റ്റിക്കൽ, ഫാർമസി, ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.